നമ്മൾ എല്ലാ ദിവസവും തന്നെ AI അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അറിഞ്ഞോ അറിയാതെയോ ഉപയോഗിക്കുന്നുണ്ട്. ജോലി, വിനോദം, പഠനം, ഷോപ്പിംഗ് അങ്ങനെ എല്ലാ മേഖലകളിലും AI കടന്നു വന്നിട്ടുണ്ട്. ചിലപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തിയതുപോലും AI റെക്കമെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും. ശരിക്കും എന്താണ് AI? അതെങ്ങനെയാണ് കാര്യങ്ങൾ പഠിക്കുന്നത്? ഈ വീഡിയോയിലൂടെ ഇതിൻ്റെയൊക്കെ സാങ്കേതിക വശങ്ങൾ ആർക്കും മനസ്സിലാകുന്ന വിധത്തിൽ ഉദാഹരണങ്ങൾ സഹിതം ഏറ്റവും ലളിതമായി വിശദീകരിക്കാനാണ് ശ്രമിക്കുന്നത്. ലളിതമായി പറഞ്ഞാൽ മനുഷ്യൻ്റെ ബുദ്ധിപരമായ കഴിവുകൾ അനുകരിച്ച് ചിന്തിക്കാനും തീരുമാനങ്ങൾ എടുക്കാനുമുള്ള യന്ത്രങ്ങളുടെ കഴിവാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. പക്ഷേ യന്ത്രങ്ങൾക്ക് ഈ കഴിവ് തനിയെ ഉണ്ടാകുന്നതല്ല, അതിനെ പ്രത്യേകം പരിശീലിപ്പിച്ചതുകൊണ്ടുണ്ടാകുന്നതാണ്. അതുകൊണ്ടാണ് അതിനെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. AIക്ക് പഠിക്കാൻ ധാരാളം ഡേറ്റ വേണം. ഡേറ്റ എത്രത്തോളം കൃത്യമാണോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അത്രത്തോളം സ്മാർട്ടായി തീരും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നതിനുള്ള ഒരു പ്രധാന വിധം മെഷീൻ ലേണിംഗ് ആണ്. കമ്പ്യൂട്ടർ പോലുള്ള യന്ത്രങ്ങൾ കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നതിനെ കുറിക്കാൻ ഉപയോഗിക്കുന്ന പദപ്രയോഗമാണത്. ഒരു അൽഗോരിതത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും മെഷീൻ ലേണിംഗ് നടക്കുന്നത്. അൽഗോരിതം എന്ന് പറഞ്ഞാൽ കിട്ടുന്ന ഡേറ്റയെ എങ്ങനെ പ്രോസസ്സ് ചെയ്ത് ഔട്ട്പുട്ടാക്കി മാറ്റണം എന്നതിനുള്ള നിർദ്ദേശങ്ങളാണ്. ഈ നിർദ്ദേശങ്ങളിൽ പല തവണയായി ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി കൃത്യമായ ഔട്ട്പുട്ട് കിട്ടുന്ന വിധത്തിലെത്തിക്കും. ഇങ്ങനെ ചെയ്യുന്നതിനെ ട്രെയിനിങ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ട്രെയിനിങ്ങിന് മുമ്പ് അൽഗോരിതം ഒരു നവജാത ശിശുവിൻ്റെ തലച്ചോറ് പോലെയാണെന്ന് പറയാം. അതിൽ കാര്യമായ വിവരങ്ങളൊന്നും ഉണ്ടാകില്ല, പക്ഷേ പുതിയ വിവരങ്ങൾ പഠിച്ചെടുക്കാനുള്ള കഴിവ് അതിനുണ്ട്. ഇങ്ങനെ ട്രെയിനിങ്ങിലൂടെ പുതിയ വിവരം പഠിച്ചെടുത്ത അൽഗോരിതത്തെ AI മോഡൽ എന്നാണ് വിളിക്കുന്നത്. മെഷീൻ ലേണിങ്ങിനെ മൂന്നായിട്ട് തിരിക്കാം: സൂപ്പർവൈസ്ഡ് ലേണിംഗ്, അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്, റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ്. സൂപ്പർവൈസ്ഡ് ലേണിംഗ് ഒരു കുട്ടിയെ ആപ്പിൾ എടുത്ത് കാണിച്ചിട്ട് ഇത് ആപ്പിളാണ്, ഓറഞ്ച് എടുത്ത് കാണിച്ചിട്ട് ഇത് ഓറഞ്ചാണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നത് പോലെയാണിത്. ഇനി ആ കുട്ടിയെ ഇതുവരെ കാണിക്കാത്ത ഒരു ആപ്പിൾ എടുത്ത് കാണിച്ചാലും ആ കുട്ടി അത് ആപ്പിളാണ് എന്ന് പറയും. സൂപ്പർവൈസ്ഡ് ലേണിങ്ങിൽ നമ്മൾ അൽഗോരിതത്തിന് കൊടുക്കുന്ന ഡേറ്റയിൽ ഇൻപുട്ടും ആ ഇൻപുട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടേണ്ട ഔട്ട്പുട്ടും ഉണ്ടായിരിക്കും. ഇത്തരത്തിൽ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന AI മോഡലിന് ഇതുവരെ കാണിക്കാത്ത ഒരു ഡേറ്റ ഇൻപുട്ടായി കൊടുത്താലും അത് ആ ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ ഔട്ട്പുട്ട് തരാൻ ശ്രമിക്കും. സ്പാമുകൾ ഡിറ്റക്റ്റ് ചെയ്യാനും രോഗനിർണയം നടത്താനും ഇമേജ് ക്ലാസിഫിക്കേഷൻ നടത്താനുമുള്ള AI മോഡലുകൾ വികസിപ്പിച്ചെടുക്കുന്നത് സൂപ്പർവൈസ്ഡ് ലേണിങ്ങിലൂടെയാണ്. അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് ഒരു നവജാത ശിശു അടുപ്പമുള്ളവരെയും അപരിചിതരെയും വേർതിരിച്ച് കാണുന്നത് പോലെയാണ് ഇതെന്ന് പറയാം. കുട്ടി പല മുഖങ്ങൾ കാണുന്നുണ്ട്. അതിൽ ചില മുഖങ്ങൾ പലവട്ടം ഒരുമിച്ച് കാണും. ഉദാഹരണത്തിന് വീട്ടുകാർ. പക്ഷേ മറ്റു ചില മുഖങ്ങൾ അപൂർവമായി മാത്രമേ കാണുന്നുള്ളൂ. ഉദാഹരണത്തിന് അയൽക്കാർ. ഇങ്ങനെ കുട്ടി സ്വയം അടുപ്പമുള്ളവരെന്നും അപരിചിതർ എന്നുമുള്ള ഗ്രൂപ്പുകൾ മനസ്സിൽ നിർമ്മിക്കും. എന്നാൽ അവർ ശരിക്കും ആരാണെന്നോ അവരുടെ പേരെന്താണെന്നോ ഒന്നും അറിയാതെയാണ് കുട്ടി ഇത് ചെയ്യുന്നത്. ഇതുപോലെ അൺസൂപ്പർവൈസ്ഡ് ലേണിങ്ങിൽ അൽഗോരിതത്തിന് കുറേ ഡേറ്റ കൊടുക്കും, പക്ഷേ കിട്ടേണ്ട ഔട്ട്പുട്ട് എന്താണ് എന്ന് കൊടുക്കില്ല. അൽഗോരിതം ചെയ്യേണ്ടത് ഡേറ്റയിലെ സമാനതകൾ കണ്ടെത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂട്ടങ്ങളായി തിരിക്കുക എന്നതാണ്. ഇത്തരത്തിൽ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന AI മോഡലിന് പുതിയൊരു ഡേറ്റ കൊടുത്താലും അത് ഏത് കൂട്ടത്തിൽ വരുന്നതാണെന്ന് ഔട്ട്പുട്ട് തരാൻ കഴിയും. കസ്റ്റമർ സെഗ്മെൻറ്റേഷൻ, അനോമലി ഡിറ്റക്ഷൻ, ടോപ്പിക് ക്ലസ്റ്ററിംഗ് തുടങ്ങിയവ ചെയ്യാനുള്ള AI മോഡലുകൾ വികസിപ്പിച്ചെടുക്കുന്നത് അൺസൂപ്പർവൈസ്ഡ് ലേണിങ്ങിലൂടെയാണ്. റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ് ഇതൊരു കുട്ടി നടക്കാൻ പഠിക്കുന്നത് പോലെയാണ്. ചുവട് പിഴച്ചാൽ വീഴും. അപ്പോൾ പിന്നീട് അത്തരം ചുവടുകൾ ഒഴിവാക്കാൻ കുട്ടി ശ്രദ്ധിക്കും. ചുവട് ശരിയായാൽ മുന്നോട്ട് പോകും. അപ്പോൾ വീണ്ടും അത്തരം ചുവടുകൾ വയ്ക്കാൻ കുട്ടി ശ്രമിക്കും. അങ്ങനെ പതിയെ പതിയെ കുട്ടി നടക്കാൻ പഠിക്കും. റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിങ്ങിൽ നമ്മൾ ഡേറ്റയ്ക്ക് പകരം കഴിവ് വികസിപ്പിച്ചെടുക്കാനുള്ളൊരു ചുറ്റുപാടാണ് അൽഗോരിതത്തിന് കൊടുക്കുന്നത്. ആ ചുറ്റുപാടിൽ നിന്ന് അൽഗോരിതം ചില കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കും. അത് വികസിപ്പിച്ചെടുക്കേണ്ട കഴിവിലേക്ക് എത്താൻ സഹായിക്കുന്നതാണെങ്കിൽ റിവാർഡ് കൊടുക്കും. അപ്പോൾ അത്തരം കാര്യങ്ങൾ വീണ്ടും ചെയ്യാൻ അൽഗോരിതം ശ്രമിക്കും. പക്ഷേ അത് വികസിപ്പിച്ചെടുക്കേണ്ട കഴിവിൽ നിന്ന് അകന്നു പോകുന്ന ഒന്നാണെങ്കിൽ പെനാൽറ്റി കൊടുക്കും. അപ്പോൾ അത്തരം കാര്യങ്ങൾ വീണ്ടും ചെയ്യാതിരിക്കാൻ അൽഗോരിതം ശ്രമിക്കും. അങ്ങനെ പതിയെ പതിയെ അത് ആ കഴിവ് വികസിപ്പിച്ചെടുക്കും. സെൽഫ് ഡ്രൈവിംഗ് കാർ, ഗെയിം പ്ലേ, റോബോട്ടിക്സ് തുടങ്ങിയവയ്ക്ക് വേണ്ടിയുള്ള AI മോഡലുകൾ വികസിപ്പിച്ചെടുക്കുന്നത് റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിങ്ങിലൂടെയാണ്.
ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ അതിൻ്റെ കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ പല തലങ്ങളായി തിരിക്കാം. ഇപ്പോൾ നമ്മൾ കാണുന്നത് ANI അഥവാ ആർട്ടിഫിഷ്യൽ നാരോ ഇൻ്റലിജൻസ് ആണ്. അതിനെ എന്ത് ചെയ്യാനാണോ ട്രെയിൻ ചെയ്തിരിക്കുന്നത് അത് മാത്രമേ ചെയ്യാൻ കഴിയൂ. ഉദാഹരണത്തിന് ഇമേജ് റെക്കഗ്നിഷൻ അല്ലെങ്കിൽ ടെക്സ്റ്റ് ജനറേഷൻ. അങ്ങനെ ഇതിൻ്റെ ഇൻ്റലിജൻസ് മനുഷ്യരുടേതിലും താഴെയാണ്. അടുത്ത ഘട്ടം AGI അഥവാ ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ് ആണ്. ഇതിന് ഒരു മനുഷ്യനെ പോലെ പല കാര്യങ്ങളിൽ ഇൻ്റലിജൻസ് ഉണ്ടാകും. പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടുമിരിക്കും. ഇൻ്റലിജൻസിൻ്റെ കാര്യത്തിൽ മനുഷ്യൻ്റെ അതേ ലെവലിലോ അല്പം ഉയർന്നോ ഇത് നിൽക്കും. AGIക്ക് ശേഷം വരുന്നത് ASI അഥവാ ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇൻ്റലിജൻസ് ആണ്. ഇത് ബുദ്ധിയുടെ കാര്യത്തിൽ എല്ലാ മനുഷ്യരുടെയും മുകളിൽ നിൽക്കും. അങ്ങനെ വന്നാൽ AIക്ക് പിന്നെ മനുഷ്യരുടെ സഹായമില്ലാതെ പഠിക്കാനും സ്വന്തമായി അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് കൂടുതൽ കഴിവുള്ള AI വികസിപ്പിച്ചെടുക്കാനും കഴിയും. AGIയും ASIയും ഭാവിയിൽ യാഥാർത്ഥ്യമായേക്കാം എന്നാണ് കരുതപ്പെടുന്നത്. നിങ്ങൾക്കെന്തു തോന്നുന്നു? ഇവ സാധ്യമാകുമോ?